ചവറ വികാസ് കലാസാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ ഭാവനയുടെയും അനുഭവങ്ങളുടെയും വാതിൽ തുറന്നു കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പോകുന്ന ഓരോ സ്ഥലവും ഓരോ പുതിയ പാഠം നൽകുമെന്നും ആധുനിക സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും പരന്ന വായനയില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി തകർന്നു പോകുമെന്നും സംവിധായകൻ ലാൽ ജോസ് അഭിപ്രായപ്പെട്ടു. വായനയിലൂടെ ഭാവനയുടെയും അനുഭവങ്ങളുടെയും വാതിൽ തുറന്നു കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചവറ വികാസ് കലാസാംസ്കാരിക സമിതിയുടെ 42ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വായനശാലയ്ക്ക് ഒരു ഗ്രാമത്തോട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെയും ഒരു ഉദാഹരണമാണ്. ഞാൻ ഒരുപാട് വായനശാലകളുടെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. വായനശാലകളുടെ പരിപാടികൾക്കെല്ലാം പോകും. അതിൻ്റെ കാരണം ഞാൻ ഒരു വായനശാല വളർത്തിയ ആളാണ്. നിങ്ങളുടെ ഭാവനയുടെ വാതിലുകൾ തുറന്നിടുക. വായിക്കുമ്പോൾ ഇപ്പം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ കണ്ട ദാസനും ഞാൻ കണ്ട അൽഫോൻസച്ചനും ഞാൻ കണ്ട മയ്യഴിയും ഞാൻ കണ്ട മയ്യഴിപ്പുഴയുടെ തീരങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഞാനൊരു 8ലോ 9ലോ പഠിക്കുമ്പോൾ ഞാൻ കണ്ട ആ ഒരു ലോകമുണ്ട് എൻ്റെ മനസ്സിൽ. അതൊക്കെ വളരെ വ്യക്തമായ ഒരു പിക്ചർ ഉണ്ടാവുന്നില്ല. എൻ്റെ ഭാവനയെ ഉണർത്തുന്നുണ്ട്. പിന്നീട് ദൈവത്തിന്റെ വികൃതികളൊക്കെ സിനിമയായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അൽഫോൻസച്ചൻ ഇങ്ങനെയാണോ? അൽഫോൻസച്ചൻ 6 അടി പൊക്കമുള്ള രഘുവരനാണ് അൽഫോൻസച്ചൻ. നമ്മുടെ മനസ്സിൽ ഒരു 5.5 അടി പൊക്കമുള്ള നല്ല വയറൊക്കെ ഉള്ള എപ്പോഴും വീഞ്ഞു കുടിക്കുന്ന അൽഫോൻസച്ചനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തെ അതിര് കവിഞ്ഞ് ഭയപ്പെടേണ്ടതില്ലെന്നും അനുകമ്പയും ആർദ്രതയും സ്നേഹവും നിർമ്മിക്കാൻ AI-ക്ക് കഴിയില്ലെന്നും എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി. വയലാർ അവാർഡ് ലഭിച്ച ഇ സന്തോഷ് കുമാറിനെ സമ്മേളനത്തിൽ ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ പ്രസംഗിച്ചു. ആദ്യം നടന്നത്. അപ്പോൾ അതിൽ വലിയ കൗതുകം ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയ സുവനീറിൽ നിന്നാണ് വികാസിന്റെ വലിയ പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഈ നാടിനെ മുന്നോട്ട് നയിച്ച മഹാരഥന്മാരെ കുറിച്ചും ഒക്കെ അറിയുന്നത്. ഇപ്പോൾ ONVയും സാംബശിവനും ഒക്കെ ഈ നാട്ടുകാരാണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. നിങ്ങളൊക്കെ ആ നിലയ്ക്ക് വലിയ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ മുമ്പ് ഈ സാംസ്കാരിക സന്ധ്യയിൽ പങ്കെടുത്തിട്ടുള്ള മഹാരഥന്മാരായ മനുഷ്യരുടെ ചിത്രങ്ങൾ എൻ്റെ ഇടതുവശത്തുണ്ട്. വികാസ് പ്രസിഡന്റ് സി സുധീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അശ്വിൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ ശ്രീജേഷ് സ്വാഗതവും അഭിനവ് നന്ദിയും പറഞ്ഞു. കൊല്ലം ജില്ലയിലെ മികച്ച ഗ്രാമീണ ലൈബ്രറിയനുള്ള പ്രൊഫസർ കല്ലട രാമചന്ദ്രൻ അവാർഡ് ലഭിച്ച സുനിതയെ അനുമോദിച്ചു. മികച്ച വായനക്കാരനുള്ള ഭദ്രൻ ഞാറക്കാട് അവാർഡ് നേടിയ സി വിജയനെയും BSS അവാർഡ് ലഭിച്ച സാബു മുകുന്ദപുരം, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ A ഗ്രേഡ് നേടിയ വികാസ് ബാലവേദി അംഗം മഴ, സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ഹരിനന്ദൻ, വികാസ് ബാലവേദി ദിനത്തിൽ നടത്തിയ കാർട്ടൂൺ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ അർജുൻ, ഉമ്മർ ഹാഷിം, UP വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ റിതുൽ R, ഇനിയ SR, LP ചിത്രരചനാ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ അവനിക, അൻവിക എന്നിവർക്കും അനുമോദനം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.